ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. ജൂലൈ 16 നാളെ പരിശുദ്ധ കർമ്മലമ്മയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുവാൻ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 9 ദിവസമായിട്ട് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നോമ്പിലൂടെയും എല്ലാം ത്യാഗപ്രവർത്തികൾ ചെയ്തുകൊണ്ടും പരസ്പരം ക്ഷമിച്ചുകൊണ്ടൊക്കെ നമ്മൾ മാതാവിൻ്റെ തിരുനാളിനായിട്ട് ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കർമ്മല സഭയും പരിശുദ്ധ കർമ്മല അമ്മയും കർമ്മല ഉത്തരീയവും ഏലിയ പ്രവാചകനും കാർമൽ മലയും ജെറുസലേമിലെ കാർമൽ മലയും വിശുദ്ധ സൈമൺ സ്റ്റോക്കും എല്ലാം അഭേദ്യമായ ഒരു ബന്ധമാണ് നാളത്തെ തിരുനാളിൽ വരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഹാപ്രവാചകനായ ഏലിയായും ഏതാനും സഹോദരന്മാരും കൂടി, അവിടെയുള്ള കുറച്ച് പേര് കൂടി ബ്രൗൺ തപസ്സിൻ്റെ വസ്ത്രമിട്ട് താപസ ജീവിതം നയിച്ച് വിശുദ്ധ ഗ്രന്ഥപാരായണവും ധ്യാനവും നോമ്പും ഉപവാസവുമെല്ലാം എടുത്ത് കർമ്മലമലയുടെ താഴ്വരയിൽ ജീവിച്ചു വരുന്ന അവരെ അന്ന് വിളിച്ചിരുന്നത് കർമ്മലയുടെ സഹോദരന്മാർ എന്നായിരുന്നു. പിന്നീട് അത് തഴച്ചു വളർന്ന് കുരിശുയുദ്ധം അങ്ങനെയൊക്കെ വന്നപ്പോഴും ഈ ഇസ്രായേൽ ദേശത്തേക്ക് വരുന്ന തീർത്ഥാടകർക്ക് അവരാശ്വാസം കണ്ടെത്തിയിരുന്നത് കർമ്മല മലയുടെ താഴ്വരയിൽ. സിസ്റ്റർ പോകാനുള്ള മഹാഭാഗ്യമുണ്ടായിട്ടുണ്ട്. കർമ്മല മലയുടെ താഴ്വരയിൽ താമസിച്ചിരുന്ന ഈ താപസ ശ്രേഷ്ഠന്മാരുടെ അല്ലെങ്കിൽ കർമ്മലയുടെ സഹോദരന്മാരുടെ ആ ഒരു ജീവിത ശൈലിയെ അവരെ വളരെയധികം ആകർഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. സൈമൺ സ്റ്റോക്ക് തീർത്ഥാടനത്തിനിടയിൽ ഈ താഴ്വരയിൽ ഇവരെ കണ്ടുമുട്ടുകയും ആ ജീവിതം ഇഷ്ടപ്പെടുകയും കർമ്മല സഭയിൽ ചേരുകയും പിന്നീട് ജനറാളാവുകയും ചെയ്തു. ജനറാളായിരുന്ന കാലത്ത് കർമ്മല സഭ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പാടുകളിലൂടെ നീങ്ങുമ്പോൾ പരിശുദ്ധ കർമ്മല അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പുണ്യവാന് അർദ്ധരാത്രി ജൂലൈ 16-ാം തീയതി കർമ്മല അമ്മ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ വൃന്ദങ്ങളോട് അകമ്പടിയോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട് കർമ്മല ഉത്തരീയം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്ഷയുടെ അടയാളവും സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ പ്രത്യേക സംരക്ഷണവും നൽകുന്നു. ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല, അവർ ശുദ്ധീകരണ സ്ഥലത്ത് രക്ഷപ്പെടും എന്നുള്ള ഒരു വാഗ്ദാനമാണ് അമ്മ കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, കർമ്മല ഉത്തരീയം ധരിക്കുക, ഉത്തരീയ ഭക്തി പ്രചരിപ്പിക്കുക. ലൂക്ക 1 പറയുന്നത് പോലെ, അമ്മ സ്തോത്രഗീതത്തിൽ പറയുന്നത് പോലെ, തലമുറകൾ തോറും കാരുണ്യം വർഷിക്കുന്നു, എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് പറയുമ്പോൾ തലമുറയായി പരിശുദ്ധ അമ്മയെയും ജപമാലയും ഉത്തരീയവും തലമുറകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം, അവകാശം അമ്മയുടെ മക്കൾക്കടുത്ത നമുക്കുണ്ട്. അതുകൊണ്ട് ഉത്തരീയ ഭക്തി പ്രചരിപ്പിക്കുക, കഴുത്തിൽ ഉത്തരീയം ധരിക്കുക. ആമേൻ. എല്ലാവർക്കും കർമ്മല അമ്മയുടെ തിരുനാൾ മംഗളാശംസകളും പ്രത്യേകിച്ച് കാർമൽ റൂഹ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് സിസ്റ്ററിൻ്റെ തിരുനാൾ വ്യക്തിപരമായിട്ട് ആഘോഷിക്കുമ്പോൾ പേര് കാർമൽ മാതാവിൻ്റെ പേരാണ്. നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് തന്നെ സിസ്റ്റർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ.